ആഗസ്റ്റിലെ CSEB എക്സാമിനേഷൻ കഴിഞ്ഞു. ഇനി എന്ത് എന്നൊരു ചോദ്യം ഒരുപാട് പേരുടെ മനസ്സിലുണ്ട്. ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് എപ്പോഴും എനിക്കുള്ള ഉത്തരം, അല്ലെങ്കിൽ നമ്മുടെ സഹകാരി എന്ന സ്ഥാപനത്തിനുള്ള ഉത്തരം ഒന്നേ ഉള്ളൂ: നമ്മുടെ ആദ്യത്തെ ഒപ്പിടുന്നത് വരെ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഈ പറയുന്ന മന്ത്രം ഇതിനു മുന്നേ മറന്നുപോയ ഒരുപാട് പേരെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെയും ഒരു 3, 4, 5 മാസം കഴിഞ്ഞിട്ട് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഈ പരീക്ഷ എല്ലാവർക്കും എളുപ്പമായിരുന്നു. ഒരുപാട് പേർക്ക് സാറ്റിസ്ഫാക്ഷൻ തന്നൊരു പരീക്ഷയാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പരീക്ഷയുടെ സമയം കുറഞ്ഞു, അല്ലെ? സമയവും കുറഞ്ഞു, പരീക്ഷയുടെ ക്വസ്റ്റ്യൻസിന്റെ എണ്ണവും കുറഞ്ഞു. പക്ഷേ പാറ്റേണിൽ നമ്മുടെ സെക്രട്ടറി പരീക്ഷ പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈം എല്ലാവർക്കും കിട്ടിയൊരു പരീക്ഷ തന്നെയായിരുന്നു. അടുത്ത പരീക്ഷ ഉറപ്പായിട്ട് നമുക്ക് ഇത്തരത്തിലൊരു പരീക്ഷ പ്രതീക്ഷിക്കേണ്ട. നമ്മൾ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള, കുറച്ചും കൂടെ എന്താ പറയുക, ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പായിട്ട് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അപ്പൊ ഇനി എന്താണ് എന്നൊരു ചോദ്യം, അതിനു മുന്നേ കട്ട് ഓഫ് എത്രയാണ് എന്നൊരു ചോദ്യമൊക്കെ ഉണ്ട്. നമുക്ക് ഏകദേശം ഒരു ധാരണയിലേക്ക് നമുക്ക് എത്താം. എന്തായാലും കട്ട് ഓഫ് കൂടുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അത് എത്രത്തോളം കൂടുമെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് പറയാൻ കഴിയില്ല. കാരണം എന്ന് പറയുമ്പോൾ ഒന്നും മൈനസ് മാർക്ക് ഇല്ലാത്ത പരീക്ഷയാണ്, നിങ്ങൾ മനസ്സിലാക്കുക. അതിനോടൊപ്പം ആദ്യമായിട്ടാണ് 80 മാർക്കിന്റെ പരീക്ഷയിൽ നിന്ന് മാറി 100 മാർക്കിന്റെ പരീക്ഷ എന്നൊരു രീതിയിലേക്ക് ആദ്യമായിട്ടാണ് CSEB വരുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. എന്തായാലും ഈ അവസരത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള 2 പ്രധാനപ്പെട്ട ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയാനാണ് വന്നത്. ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ ഗരുഡ ബാച്ചാണ്. ഗരുഡ ബാച്ച് ബോത്ത് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ 2 ബാച്ചുകൾ. അപ്പൊ അതിന് മുന്നോടിയായിട്ട് എല്ലാവരും എടുത്തു പറയുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ തുടരും സീരീസ്, അല്ലെ? തുടരും സീരീസ് എത്രത്തോളം പ്രയോജനപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കാണുന്ന കമന്റുകളാണ് മനസ്സിലാക്കാൻ പറ്റും. വേറെ ഒന്നുമല്ല, അവസാനത്തെ 4-5 ദിവസം ഇതിനു വേണ്ടി മെനക്കെട്ടിരുന്ന ആൾക്കാർ, കൃത്യമായിട്ട് തുടരും സീരീസ് വന്ന ക്ലാസ്സുകൾ കണ്ടുവന്ന ആൾക്കാർ, അതുപോലെ നമ്മുടെ മാരത്തോൺ ലൈവിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ്, അല്ലെ? അപ്പോൾ പരീക്ഷയെ എത്രത്തോളം മൈന്യൂട്ടായിട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ റിസർച്ച് ടീമും അതുപോലെ ഫാക്കൽറ്റീസും പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള കൃത്യമായ തെളിവാണ് നമ്മുടെ തുടരും സീരീസിന്റെ വിജയം. അപ്പോൾ അതിനോട് കണ്ടിന്യൂസ് ആയിട്ടുള്ള തുടരും 2.0 ഉണ്ടാകും. അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആദ്യമായിട്ട് തുടങ്ങുന്ന നമ്മുടെ ഗരുഡ ബാച്ചാണ്. ഗരുഡ ബാച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ഓഫ്ലൈൻ ബാച്ചാണ്, രണ്ടാമത്തത് ഗരുഡ ഓൺലൈൻ ബാച്ചാണ്. അപ്പോൾ ഗരുഡ ഓഫ്ലൈൻ ബാച്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 4 ദിവസം ക്ലാസ്സുകളോട് അനുബന്ധിച്ച് വരുന്ന, അതിനോടൊപ്പം മറ്റു ജില്ലകളിൽ നിന്നൊക്കെ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടുന്ന താമസ സൗകര്യങ്ങളെല്ലാം അടങ്ങുന്ന ബാച്ചാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഏകദേശം 7 മാസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം ആയിരിക്കും. അതിനകത്തുള്ള അസസ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. നിങ്ങളെ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഓൺലൈനിലും ഓഫ്ലൈനിലും പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം അസസ്മെന്റ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം. അത് ഓരോ ഡെയിലി എക്സാമിനേഷൻ്റെ അസസ്മെന്റ് ഉണ്ട്, വീക്ക്ലിയുടെ അസസ്മെന്റ് ഉണ്ട്. അതുപോലെ ഓഫ്ലൈൻ ആകുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് സബ്ജക്ട് വൈസ് മെന്റർഷിപ്പ്. നമുക്കറിയാം, നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും നമ്മൾക്ക് വീക്ക് ആയിട്ടുണ്ടാവുക, അല്ലേ? CSEB എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ മേഖലയിലും സമഗ്രമായിട്ട് പെർഫോം ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു ഭാഗവും നിങ്ങൾ വീക്കായിട്ട് കാര്യമില്ല. അപ്പോൾ ഓരോ ഭാഗത്ത് വീക്ക് ആയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ മെന്റർഷിപ്പ് അടക്കമാണ് നമ്മുടെ ഓഫ്ലൈൻ ബാച്ചുകൾ ഒരുങ്ങുന്നത്. അപ്പോൾ ഓഫ്ലൈൻ ബാച്ചുകൾ 6-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ 1-2 ആഴ്ചകളിൽ അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അഡ്മിഷൻ എടുക്കാനുള്ള ആൾക്കാർ ഒട്ടും താമസിയാതെ തന്നെ കോൺടാക്ട് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതിനോടൊപ്പം വരുന്നത് ഓൺലൈൻ ബാച്ചാണ്. ഓൺലൈൻ ഗരുഡ ബാച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 6 ദിവസവും റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകളും അതുമായി ബന്ധപ്പെട്ട ഡെയിലി അസസ്മെന്റ്സും അതിനോടൊപ്പം ഈവനിംഗ് ഉള്ള ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസും അതുപോലെ മെന്ററുടെ സ്പെഷ്യൽ ലൈവ് സെഷൻസ്, ഇങ്ങനെ ഫീച്ചേഴ്സ് ഒത്തിരിയാണ്. അപ്പൊ ഫീച്ചേഴ്സ് ഒത്തിരി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തവണത്തെ സഹകാരുടെ കുട്ടികളുടെ പെർഫോമൻസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ചോദ്യങ്ങൾ പോലും മിസ്സാക്കാതെ പോലും എഴുതാൻ പറ്റുന്ന തരത്തിൽ ആ കോൺഫിഡൻസിൽ പരീക്ഷ എഴുതിയ കുട്ടികൾ ഒത്തിരി അനവധിയാണ്. അപ്പൊ ആ ഒരു കോൺഫിഡൻസിലേക്ക് ഉയരുക എന്നുള്ളതാണ് ഈ ഒരു ബാച്ചിന്റെ ലക്ഷ്യം. അല്ലാതെ നമ്മൾ അവിടെ ഇവിടെ തട്ടിയും മുട്ടിയും പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഗരുഡ ഓൺലൈൻ ബാച്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് നിങ്ങൾ CSEB ഗരുഡ എന്നൊരു കോഡ് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒരു നട്ഷലിൽ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇത് വളരെ വിശദമായിട്ട് 1 മണിക്കൂർ എടുത്ത് നമ്മൾ നമ്മുടെ എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്, ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും എന്താണ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് വ്യക്തമായ അനാലിസിസ് നിങ്ങൾക്ക് തന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ആ അഡ്മിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആയിരിക്കണം ആ അഡ്മിഷൻ എന്ന് പറയുമ്പോൾ. അതുപോലെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സച്ച് സ്റ്റോറി സീരീസ് ഇഷ്ടം മാതിരി വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം വേറൊന്നുമല്ല, ഏറ്റവും പ്രധാനം വളരെ ആത്മാർത്ഥമായിട്ട് സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ച കുട്ടികളാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവരെ മടിപിടിക്കാതെ കൃത്യമായിട്ട് വർക്ക് ചെയ്യിച്ചു കൊണ്ടുവന്ന സിസ്റ്റമാണ്. ഈ 2 കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് സൗജന്യ വെബിനാർ നേരിട്ട് കാണാം. വെബിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിലേക്ക് ഉറപ്പായിട്ട് മെസ്സേജ് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പരീക്ഷയുടെ സകലമാന റാങ്കുകളും CSEB വരാൻ പോകുന്ന എല്ലാ റാങ്കുകളും കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ടായിരിക്കും സഹകാരുടെ ചുണക്കുട്ടികളുടെ പെർഫോമൻസ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഗൂഗിൾ മീറ്റിൽ നേരിട്ട് കാണാം.